ഇതിപ്പോൾ കാനഡയിൽ പോയ പിള്ളേരൊക്കെ പ്രത്യേകിച്ച് ഇന്ത്യൻ സ്റ്റുഡൻസ് ഒരുപാട് ഡ്രഗ് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മദ്യം മയക്കുമരുന്നിനൊക്കെ അടിമകളാകുന്നു, അവരുടെ ഭാവി തകരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു വാർത്തയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ജോലി കിട്ടുന്നില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കാരണമാണ്, അൺഎംപ്ലോയ്മെൻറ്റ് കാരണം, ആ സ്ട്രെസ് കൊണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനമൊക്കെ വരുന്നുണ്ട്. ഇത് ഏതൊക്കെ രാജ്യത്തു നിന്ന് കാനഡയിൽ ആൾക്കാർ പോയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇനി അങ്ങനെ പോയിട്ടുണ്ടെങ്കിലും ചൈന, കൊറിയ, ജപ്പാൻ, അമേരിക്ക, UK അന്നുള്ള രാജ്യങ്ങളല്ലേ വേണ്ട, അറബ്സ്, മറ്റേതെങ്കിലും രാജ്യം എവിടെയെങ്കിലുമൊക്കെ വരുന്ന ആളുകൾക്ക് ഇതേ പ്രശ്നങ്ങളുണ്ടോ? ഈ രാജ്യത്തുനിന്ന് പോയവരിൽ ഏത് സ്റ്റേറ്റിൽ നിന്ന് വന്നവരാണ് കൂടുതൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പെട്ടത്? പിന്നെ ഏത് ടൈപ്പ് മീൻസ് ഈ പറഞ്ഞ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് ലോണൊക്കെ എടുത്ത് പോയവരാണോ, അത് ഒരുപാട് പൈസയുള്ള ആളുകൾ ചുമ്മാ കുറേ കാശൊക്കെ ആയിട്ട് അടിച്ച് വിളിച്ച് പഠിച്ചു വരുന്ന പോലെയാണോ? ഇവിടെ കാനഡ മാത്രമല്ല, UK യിലും US ലും ഒക്കെ പഠിക്കാൻ പോകുന്നുണ്ട്. നേരത്തെ ഇത് ബാംഗ്ലൂരിനാണ് ഈ പേര് ദോഷം. ബാംഗ്ലൂർ, കോയമ്പത്തൂരൊക്കെ പോയി പഠിക്കുന്ന കുട്ടികൾ വഴിതെറ്റി പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം ഒരു 15 വർഷം മുമ്പ്, 2000 തൊട്ട് 2000 അല്ല, അതിന് മുമ്പ് 15 അല്ല, കുറേ വർഷങ്ങൾ ഈ ബാംഗ്ലൂർ, കോയമ്പത്തൂർ, ബോംബെ, പൂനെ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ പഠിക്കാൻ പോയിട്ട് അവിടെയും ചെന്ന് കുട്ടികൾ വഴിതെറ്റുകയാണ്, മലയാളികളാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് പോകുന്നു. മലയാളികളുടെ കാര്യം കേട്ടോ. ഇപ്പോൾ UK പോയിട്ടും കാനഡ പോയിട്ടും അവർ വഴിതെറ്റുന്നത്. എന്തായിരിക്കും ഇതിന് കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ എന്തോ ഡ്രഗ്സ് അവൈലബിൾ ആയതുകൊണ്ടാണ്, അവിടെ ഫ്രീഡം കൊടുക്കുന്നതുകൊണ്ട്, അവിടെ ഭയങ്കര ഫ്രീഡമായി അവർക്ക് എന്തും ചെയ്യാം. അതുകൊണ്ടാണ് പെൺകുട്ടികളാണെങ്കിലും ഡ്രസ്സിങ് മാറും, അവരുടെ ജീവിത രീതി മാറും. ഇവിടെ ഒതുങ്ങി ജീവിച്ചവർക്ക് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേന് എന്ത് വേഷം ഇടും, ആരുടെ കറങ്ങി നടക്കും. അവർ ഫ്രീഡമാണ് അവർ എൻജോയ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അവിടെ ഭയങ്കര ഫ്രീഡമാണ്. ശരിയല്ലേ? കാനഡ ഭയങ്കര ഫ്രീഡം അല്ല. ഡ്രഗ്സ് ഇല്ലീഗൽ. ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ മരിവാനൊക്കെ ഇല്ലീഗൽ അല്ല, ലീഗൽ. സോഫ്റ്റ് ഡ്രഗ്സ് ഒക്കെ ആയതുകൊണ്ട്. പിന്നെ അല്ലാത്ത സാധനമൊക്കെ ആണെങ്കിലും ഇത്രയും ബുദ്ധിമുട്ടില്ലാതെ കിട്ടും. പിന്നെ അവിടെ ആണെങ്കിലും അങ്ങനെ എന്താ പറയുക, ഇത് പിടിച്ചു പോയാൽ തന്നെ അവർക്ക് വലിയ ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലല്ലോ, ആരും അറിയുന്നില്ല. ബാംഗ്ലൂർ കിടന്ന് എന്ത് കാണിച്ചാലും വീട്ടുകാരും അറിയത്തില്ല, നാട്ടുകാരും അറിയത്തില്ല, ബന്ധുക്കൾ അറിയത്തില്ല. അതുകൊണ്ട് അവർ ആ ഫ്രീഡം ശരിക്കും അങ്ങ് യൂട്ടിലൈസ് ചെയ്യും. ആരെ ഈ ഫ്രീഡം യൂട്ടിലൈസ് ചെയ്യുന്നത്? ഇവിടെ ഇതൊന്നും അനുഭവിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഇതിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ അറിയാത്ത, കുറച്ച് എന്ത് സാധനം ആയിക്കോട്ടെ, ഇതൊന്നും ഉപയോഗിക്കാൻ അറിയാത്ത ആൾക്കാരുടെ കിട്ടിയ പ്രശ്നമാണ്. അത് ഡ്രഗ്സ് ആണെങ്കിലും കൊള്ളാം, ഈ പറഞ്ഞ പോലെ സെക്സ് ആണെങ്കിലും കൊള്ളാം, ഇനി പട്ടിണി കിടക്കുന്നതിന് ഒരുപാട് ഫുഡ് കൊടുത്താലും കൊള്ളാം. എന്ത് സാധനം വന്നാലും നിനക്ക് ഇല്ലാത്ത, അല്ലെങ്കിൽ നീ അനുഭവിച്ചിട്ടില്ല, നിനക്ക് അറിയത്തില്ലാത്തൊരു സാധനമാണ്. എന്നാൽ ഇതിൽ പ്ലഷറുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര സുഖമുണ്ട്, മറ്റെന്തൊക്കെയോ കലങ്ങിയിട്ടുള്ളത് കൊണ്ട് പിന്നെ അതങ്ങനെ അങ്ങ് എടുത്തു പോയാൽ കൂടുതൽ പേർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഡ്രഗ്സിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഈ നാട്ടിൽ ഡ്രഗ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനം കൊടുക്കേണ്ടതായിട്ടുണ്ടെന്ന് ഞാൻ പല വർഷങ്ങളായി ഒരുപാട് വീഡിയോകളിൽ പറയാറുണ്ട്. കാരണം ഇവിടെയുള്ള ആർക്കും, വളരെ കുറച്ച് പേർക്കൊക്കെ ഇതെന്താണെന്നും ഈ അടിക്കുന്ന സാധനം എത്രത്തോളം അടിക്കാൻ പറ്റുന്നതാണെന്നും ഇതൊക്കെ അടിച്ചു കഴിഞ്ഞാൽ എന്തോരം സൈഡ് എഫക്ട്സ് ഉണ്ടാകുമെന്നൊന്നും അറിയത്തില്ല. അതാണ് ഒരു പ്രശ്നം. പിന്നെ ഇനി അറിഞ്ഞാലും ചിലരുടെ മാനസികാവസ്ഥ അതിന് അനുവദിക്കാത്തവരുണ്ട്. ഇത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും അഡിക്റ്റ് ആവാൻ പറ്റുമോ? എന്നോട് പലരും വന്നിട്ട് ഓരോന്നൊക്കെ പറഞ്ഞു. ഞാൻ ചോദിക്കും, ഞാൻ നിനക്ക് വേണേൽ കുറേ ഡ്രഗ്സ് അങ്ങ് തരാം, നീ ഒന്ന് അടിച്ചൊന്ന് അഡിക്റ്റ് ആകാൻ പറ്റുമോ? വീഡിയോ കാണുന്നവരൊക്കെ ഈ പേരൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഡ്രഗ് അടിച്ചിട്ടില്ലാത്ത ആൾക്കാർ, അമ്മമാർ, പെങ്ങന്മാർ, ആരും ആയിക്കോട്ടെ, ഇത് ഉപയോഗിക്കാത്ത ആൾക്കാർ, ഉപയോഗിച്ചിട്ടേ ഇല്ല, ഉപയോഗിക്കാൻ താല്പര്യമില്ല, അല്ലെ വേണ്ട, ഉപയോഗിച്ചിട്ട് നിർത്തിയവരും ഒക്കെ ആവാം. നിങ്ങൾക്ക് ഒരുപാട് ഡ്രഗ്സ് അങ്ങ് കിട്ടിയാൽ നിങ്ങൾ ഡ്രഗ്സ് അടിച്ച് അങ്ങ് അഡിക്റ്റ് ആവുമോ? അതിനൊക്കെ കുറച്ച് സാഹചര്യങ്ങളൊക്കെ വേണം. സാഹചര്യം മാത്രമല്ല, അതിൻ്റേതായ ചില യോഗ്യതയുണ്ട്. അഡിക്റ്റ് ആവുന്നവർക്കൊരു യോഗ്യതയുണ്ട്. അവർക്ക് മാത്രമേ പറ്റുന്നുള്ളൂ. ഇത് കുറേ പേര് അടിക്കുന്നുണ്ട്. കഞ്ചാവ് അടിക്കാത്ത ആൾക്കാർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. വളരെ കുറച്ച് പേരൊക്കെ ഇപ്പോൾ ഉള്ള ജനറേഷൻ കാണത്തുള്ളൂ. നേരത്തെ ഒരുപാട് പേര് അടിച്ചവർ, ആരും അറിയാതെ അടിച്ചവരുണ്ട്, പിടിക്കപ്പെടാതിരുന്നവരുണ്ട്, ഒരു മനുഷ്യനെ അറിഞ്ഞിട്ടില്ല. ഇപ്പം എനിക്കറിയാവുന്ന വലിയൊരു സർക്കിള് കുറേ ആൾക്കാർ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തൊക്കെ അടിക്കുവാനും അത് കഴിഞ്ഞ് പിന്നെ അടിച്ചിട്ടുണ്ട്. എനിക്കറിയാം ആരൊക്കെ അടിച്ചപ്പോൾ എന്തൊക്കെയാണ് ചെയ്തത്. കുറേ പേര് അടിച്ചിട്ട് അഡിക്റ്റ് ആവേണ്ടിയിരുന്ന ആളുകൾ തന്നെ അഡിക്റ്റ് ആയിട്ട് അവർ പിന്നീട് സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്, മാനസിക നില തെറ്റിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ മാനസിക നില തെറ്റുന്നതും അഡിക്റ്റ് ആവുന്നതും നേരത്തെ തന്നെ ഈ പ്രശ്നമുള്ളവർക്കാണ്. അല്ലാത്ത ആർക്ക് എല്ലാവരും കൂടെ കള്ളു കുടിച്ചു എല്ലാവരും റോഡിൽ കിടക്കുവാണോ? അപ്പം മദ്യത്തിനോ മയക്കുമരുന്നിനോ അങ്ങനെ പ്രത്യേകതരം പ്രശ്നമൊന്നും ഇല്ല പറയുന്ന പോലെ. പിന്നെ ഇതിന് ടെൻഡൻസി ഉണ്ട്, സംഭവം ശരിയാണ്. അത് ചിലർക്ക് കാശുണ്ടാക്കാൻ, ഭ്രാന്ത് മൂത്തിട്ട് ഒരുപാട് പൈസ സമ്പാദിക്കാൻ ആരെ വേണമെങ്കിലും കൊല്ലുകയും, എത്ര മനുഷ്യരെ ഉപദ്രവിച്ചിട്ടാണ് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരില്ലേ, പൈസയോടുള്ള ഭ്രമം കാരണം. അല്ലെ ലക്ഷറി, അതിനേക്കാളും വലിയ അടിമ വേറെ ഇല്ലേ ഈ നാട്ടിൽ. ലക്ഷറിക്ക് വേണ്ടിയിട്ട് ആൾക്കാർ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മറ്റുള്ളവരെ ഇൻഡയറക്റ്റായിട്ട് ഉപദ്രവിച്ച് ഒരുപാട് പേരെ ദാരിദ്ര്യത്തിലാഴ്ത്തി, ഇല്ലെങ്കിൽ അവരുടെയൊക്കെ ജീവിതം തകർത്തിട്ട് പോലും, വേറെത്തിനെ കൊന്നിട്ട് പോലും ലക്ഷറി ആയിട്ട് ജീവിക്കാനൊക്കെയാണ് ഇവിടെ ഉള്ളവരെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാം ഏത് കാര്യം എടുത്താലും ഇവിടെ അഡിക്ഷനുള്ള ആൾക്കാരാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ അഡിക്റ്റ് കുറേ പേര് ഭക്തി, മതം, രാഷ്ട്രീയത്തിനൊക്കെ അടിമകളായിട്ട് ഒന്നാലോചിക്ക്. കൊല എന്തോരം നടന്നത്, രാഷ്ട്രീയ കൊലപാതകങ്ങൾ എവിടെയാണ്? എല്ലാം അത്ര നല്ലതൊന്നുമല്ല. പിന്നെ വേറെ രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളൊക്കെ തന്നെ ഇവിടെ നിന്നിരുന്നെങ്കിൽ ചിലപ്പോൾ അവർ നന്നായി പോയേനെ. കാനഡയിൽ പോയതുകൊണ്ടാണ് നശിച്ചു പോയത്, അല്ലെങ്കിൽ ബാംഗ്ലൂർ പോയതുകൊണ്ട് അവർ ഇവിടെ നിർത്തിയാൽ മതിയാണെന്ന്.
അങ്ങനെ ചിന്തിക്കത്തില്ലേ? ഒരു നാടിൻ്റെ പ്രശ്നമാണോ, ഇനി അവിടുത്തെ നാടിൻ്റെ ഒരു കൾച്ചർ ഉൾക്കൊള്ളാൻ പറ്റാതെ പോകുന്നതിൻ്റെ പ്രശ്നമാണോ എന്ന് വെച്ചാൽ ആണ്. ഇവിടെ ഈ അടക്കി ഒതുക്കി പിടിച്ച് ജീവിച്ചവരൊന്നും അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വക സാധനങ്ങളായിരിക്കും അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അല്ല, അവരറിയാണ്ട് ഇതിനകത്തൊക്കെ തന്നെ അഭയം പ്രാപിക്കും. ഒരു റിലാക്സേഷൻ കിട്ടി, ഇല്ലെങ്കിൽ വളരെ സന്തോഷം തോന്നി. മുമ്പെങ്ങും കിട്ടിയിട്ടില്ലാത്തൊരു സന്തോഷമാണ് നമ്മുടെ സാമിയുടെ അടുത്ത് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ജോണി വാക്കർ സിനിമയിൽ ഒരു പെൺകുട്ടി എന്ന് പറയുന്നുണ്ട്. സാമിയുടെ അടുത്ത് ഇരുന്നാൽ പ്രത്യേക ഒരു സന്തോഷമാണ്, ഇവിടെ വന്നാൽ മാത്രമേ സന്തോഷമുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ ഡ്രഗ്സിന് അങ്ങനെ ഒരു സന്തോഷം കൊടുക്കാൻ പറ്റുന്ന സാധനമാണ്. റിക്രിയേഷണൽ ആക്ടിവിറ്റി ഡ്രഗാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ശരിയാ, ഹാപ്പിനെസ് കൂട്ടുന്നുണ്ട് പല കാര്യങ്ങളും. ഇപ്പോൾ ചില ഡ്രഗൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കോൺഫിഡൻസ് കൂട്ടും, ഡിപ്രഷനായി പോയി, ആൻസൈറ്റി ഇല്ല. പിന്നെ എന്തെങ്കിലും ചെയ്യാനാണെങ്കിലും ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇതുപോലെ പിന്നെ സെക്സ് എൻജോയ് ചെയ്യാൻ നേരത്ത് അപ്പോൾ അവർക്കത് ഇങ്ങനൊരു ഡ്രഗിൻ്റെ ഒരു സാധനമൊക്കെ കയറി കഴിഞ്ഞാൽ കൂടുതൽ നല്ല രസം തോന്നി. അതുപോലെ തന്നെ ഫുട്ബോൾ കളിക്കാൻ പോയപ്പോൾ അങ്ങനെ പല കാരണങ്ങളാണ് പറയുന്നത്. പക്ഷേ ഞാൻ പറയാം, ഇപ്പോഴത് യൂസ് ചെയ്യാൻ അറിയാവുന്ന ആളുകൾ, ഇപ്പോൾ ഒരു ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ് കഞ്ചാവിൻ്റെ ഒരു പുക എടുക്കുന്നത് അല്ലെങ്കിൽ വലിക്കുന്നതെന്ന് പറയുന്ന ഒരു ആൾക്കാർ ഒരുപാട് പേരുണ്ട്. പിന്നെ ചിലർക്ക് ഒട്ടും ഏക്കത്തില്ല. അവർ എല്ലാ ദിവസവും അടിച്ചുകൊണ്ടിരുന്നതിൽ അവരെന്നും അതുപോലെ തന്നെ ഇരിക്കും. അവരുടെ ജോലികൾ അവർ വൃത്തിയായിട്ട് ചെയ്യും. അവരുടെ ജീവിതത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, കുടുംബ പ്രശ്നങ്ങളില്ല, സുഹൃത്തുക്കളുടെ പ്രശ്നങ്ങളില്ല, ജോലിക്കും പ്രശ്നമില്ല. ഫിനാൻഷ്യലി അവർക്ക് സ്റ്റേബിളായിട്ട് തന്നെ നിൽക്കാൻ പറ്റുന്നുണ്ട്. അവർക്ക് ശമ്പളം എടുക്കുകയോ ഒരു ബിസിനസ് ചെയ്തോ എങ്ങനെയാണെങ്കിൽ പോലും അവരത് കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അവരുടെ പുറകെ പോകാൻ നിൽക്കേണ്ട, അവർ അടിച്ചോ ഇല്ലെന്ന് അന്വേഷിക്കേണ്ട ആവശ്യമില്ല അവിടെ. പക്ഷെ ഇവിടെ അതല്ല. നമ്മളിവിടെ തെറ്റിച്ച് വെച്ചേക്കുന്ന സാധനം എന്താണെന്ന് ചോദിച്ചാൽ ഡ്രഗിനാണ് കുഴപ്പം എന്നുള്ള രീതിയിലാണ് പറയുന്നത്, അല്ലെ ആൽക്കഹോളിനാണ് കുഴപ്പം, അല്ലെ അവിടെ ചെന്ന് നിന്ന സ്ഥലത്തിനാണ് കുഴപ്പം എന്നൊക്കെ പറയുന്ന പരിപാടി ഉണ്ടല്ലോ. അതാണ് മാറ്റേണ്ടത്. അത് മാറ്റിയാൽ തന്നെ ഇപ്പോൾ ഞാൻ പറയാം, ഡ്യൂക്ക് എന്ന് പറഞ്ഞ വണ്ടിക്ക് ആ വണ്ടി സ്പീഡിലൊന്ന് പോവുക, എന്നിട്ട് കുറേ പിള്ളേർ വണ്ടി ഇടിച്ച് മരിക്കുക, പകുതി ഡ്യൂക്കിൻ്റെ കുറ്റമായിട്ടാണ് ഇവിടെ പറയുന്നത്. ആളെ കൊല്ലുന്ന വണ്ടിയാണ്. പൾസർ ഇറങ്ങിയപ്പോൾ ആദ്യം ഈ പ്രശ്നം ഉണ്ടാകും, അറിയാമെന്ന് എനിക്കറിയില്ല. അന്ന് പൾസർ ഇടിച്ച് കുറേ പിള്ളേർ മരിക്കുമ്പോൾ എന്ന് പറയും പൾസർ ആളെ കൊല്ലുക. എന്നിട്ട് പൾസർ ഇടിക്കുന്നുണ്ട്. കാരണം ഇതുപോലത്തെ റോഡിൽ നമ്മുടെ റോഡ് കണ്ടീഷൻസും ഇവിടുത്തെ വണ്ടികളുടെ ഒരു പോക്കുവരൊക്കെ അറിയാമല്ലോ. അതുപോലെ തന്നെ ഒരു സ്പീഡ് ലിമിറ്റൊക്കെ ഉണ്ട്. അതിനപ്പുറത്തോട്ടൊക്കെ കയറി ഈ വണ്ടി പോകും എന്ന് പറഞ്ഞുകൊണ്ട് അതങ്ങോട്ട് കയറി അപ്പുറത്തോട്ട് ഓടിക്കുമ്പോൾ ചിലപ്പോൾ ഇടിക്കും. എല്ലാവരും ഇടിക്കത്തില്ല, ചിലർ ഇടിക്കാത്തവരുണ്ട്. നല്ല സ്പീഡിൽ പോയാലും അതിനിടെ കൂടെ ഒക്കെ പോകാൻ പറ്റുന്നുണ്ട് ചിലർക്ക്, എല്ലാവർക്കും പറ്റത്തില്ല. എന്നാൽ വണ്ടി ആരോടിച്ചാലും പോകും. വണ്ടിക്ക് അറിയത്തില്ല ഇന്ന് മണ്ണൊക്കെ ഇരിക്കുന്നവന് ഈ കൺട്രോൾ ചെയ്യാൻ കഴിവുള്ളവനാണോ അല്ലാത്തവനാണോ അറിയത്തില്ല. അപ്പോൾ ഉണ്ടൊരു എക്സ്ക്യൂസ് അവിടെ ആയി, ഡ്യൂക്കാണ്. അപ്പോൾ ഇത് ഓടിക്കുന്നവന് ഓൾറെഡി ഒരു എക്സ്ക്യൂസ് ഉണ്ട്. അതൊരു എവിടെയോ ഒരു മാനസിക തലത്തിൽ ഡ്രഗ്സിനും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇത് മറ്റെന്തോ കാരണം കൊണ്ടും കൂടിയാണ് എന്നൊരു ധാരണ നമ്മുടെ തലയിലുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇത് ഉപയോഗിക്കുമ്പോൾ കുറച്ച് റിലാക്സേഷൻ, ആ ഒരു 50% നമ്മുടെ റെസ്പോൺസിബിലിറ്റി എടുത്ത് കളയാൻ സാധ്യതയുണ്ട്. ഞാൻ ബാധി ദൈവം ബാധി എന്ന് പറയുന്നതിനകത്തുള്ളൊരു പ്രശ്നമായിട്ട്. അപ്പോൾ അതിനകത്ത് പിന്നെയും പകുതി ദൈവത്തിനുണ്ട്, വിധിയുടെ ഇതിനകത്തൊക്കെ കൊണ്ടുവിടും. ഇതൊന്നും ഇല്ലെന്ന് കരുതുക. ആ സാധനത്തിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, ദൈവമില്ല, ഇതിന് പ്രത്യേകിച്ച് വേറെ ആർക്കും ഒരു ഉത്തരവാദിത്തമില്ല, ഇതിന് നിനക്ക് മാത്രമേ ഉത്തരവാദിത്തമുള്ളതെന്ന് മാത്രം ചിന്തിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളതെങ്കിൽ ഇതെല്ലാം പകുതിയാവും. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. ഇതിനകത്ത് ഇങ്ങനെ വലത് അവിടെയാണ് അവൻ കാരണമാണ് ഇവൻ കാരണമാണ്, ഇവിടെ എല്ലാം വെള്ളം അടിച്ച് ചത്ത് കഴിഞ്ഞാൽ കൂട്ടുകാർ കാരണമെന്ന് പറയും, എല്ലാം ആ നാട്ടിൽ പോയതുകൊണ്ടാന്ന് പറയും, എല്ലാം ഒരുത്തരും അങ്ങ് കഞ്ചാവ് അടിച്ച് നടന്നതാണെന്ന് പറയും, കൂട്ടുകെട്ട് ശരിയല്ലെന്ന്. അപ്പോൾ അവിടെ എക്സ്ക്യൂസാണ്. ഇതൊന്നും കൂട്ടുകെട്ട് കൊണ്ടുണ്ടാകുന്നതല്ല. ഞാൻ എൻ്റെ വീട്ടിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആലോചിക്കും, എൻ്റെ കൂട്ടത്തിലുള്ളവർ ആരും എൻ്റെ അത്രയും പറപ്പല്ല, അല്ലെങ്കിൽ ഞാനാണ് ഇതിനകത്ത് ഏറ്റവും അലമ്പെന്ന് പൊതുവേ എല്ലാവർക്കും അറിയാവുന്നൊരു സ്ഥലത്ത് നിന്നുകൊണ്ട് ഇവരൊക്കെ പറയും എൻ്റെ കൂട്ടുകെട്ട് ശരിയല്ലാത്തതുകൊണ്ടാണ്. അവരൊക്കെ വീട്ടിൽ വേണേൽ പറയാം എൻ്റെ കൂടെ നടക്കുന്നതുകൊണ്ടാണ് ഇമാരെല്ലാം നശിച്ചു പോകുന്നത് പറയുന്ന ആൾക്കാരുണ്ട്. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ കുറ്റം പറച്ചില്ല, ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ടൊന്നും അല്ല. എന്നിട്ട് എന്താവുന്നു, കുറേ കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ തൊട്ടപ്പുറത്ത് നിന്ന് ഇതേപോലെ പറഞ്ഞുകൊണ്ടിരുന്നതും ഇതൊന്നും ചെയ്യാതിരുന്നതിനൊക്കെ അങ്ങ് എപ്പോഴോ ഒരു സമയത്ത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കൈവച്ചിട്ട് ഭ്രാന്താവുന്നു, ചത്തുപോകുന്നു, എന്തൊക്കെയോ കാണിക്കുന്നു. നമ്മളിത് കണ്ടതാണ്, മനസ്സിലായില്ലേ? എനിക്കിപ്പോൾ എൻ്റെ ഗ്രൂപ്പിലുള്ള പലർക്കും പലതും പറ്റിയത് ഞാൻ മനസ്സിലാക്കുക, കാണുക, അതൊന്നും അറിയുന്ന ഇതാ. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും അടിച്ചുകൊണ്ടിരുന്ന് കാണുന്നവരുണ്ടാവും, അടിച്ചിട്ട് കാണുന്നവരുണ്ടാവും. ചിലപ്പോൾ ഇനി അടിക്കുന്നവർ ആ കാണുന്നതെന്ന് വിചാരിക്കുക, ഡ്രഗ്സ് അടിക്കുന്നവർ, കഞ്ചാവ് വലിക്കുന്നവരോ MDMA അടിക്കുന്നവരൊക്കെ വീഡിയോ കാണുന്നതെന്ന് എനിക്കറിയാം, അല്ലേ? അടിച്ചിട്ട് കാണുന്നവരില്ലേ, കണ്ടുകൊണ്ടിരിക്കുമല്ലേ, എങ്ങനെയുണ്ട്, ഓണാണോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഇത് ഏത് സാധനമാണ് പിന്നെ നിർത്താൻ പറ്റത്തില്ല. പണ്ടൊരു വേറൊരു സാധനം ഉണ്ടാകുന്നു, മൂക്കിപ്പൊടി, തമ്പാക്ക്, മുറുക്കാൻ, ഇതൊക്കെ അന്നുള്ളവന് ഇതൊന്നും നിർത്താൻ പറ്റത്തില്ല. സിഗരറ്റ് വലിച്ചാലേ കക്കൂസി പോകത്തുള്ളൂ ചിലത്, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. എന്നാൽ പിന്നെ ഒരു 3 ദിവസം ഇരിക്കട്ടെ സിഗരറ്റ് വലിക്കാതെ എന്നാൽ ഒരു ടൂറുവന്ന് നോക്കാം. അതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഇതിനൊക്കെ ഒരു നമുക്ക് നേരത്തെ തന്നെ നമ്മുടെ സൈക്കോളജിയിൽ ഇങ്ങനെയൊക്കെയാണ് വെച്ചേക്കുന്നത്. അല്ലാത്ത ആർക്കും ഒരു കുഴപ്പമുണ്ടാകത്തില്ല. പിന്നെ സിഗരറ്റ് വലിച്ചാൽ ഇവൻ തൂറത്തുള്ളൂ, അങ്ങനെ ഉണ്ടെങ്കിൽ തൂറുണ്ടാകുന്ന അല്ലേ? ഞാൻ ഇത് പലരോട് ചോദിക്കും, ഇതെന്തൊരു പൊട്ടത്തിലായി പറയുന്നത്. അങ്ങനെ മൈൻഡ് സെറ്റുള്ള ഒരാളോട് ആ സിഗരറ്റിനകത്ത് എന്തോ ഉണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഉള്ളവർക്ക് സിഗരറ്റ് മാത്രമല്ല, ഏതെങ്കിലും കല്ലോ പെയിൻറ്റിങ്ങോ വരോ ബിൽഡിങ്ങൊക്കെ കാണുമ്പോഴത്തേക്കിനും ഇങ്ങനെയൊക്കെ ആകുന്ന ആൾക്കാർ ഇവിടെ ഉള്ളത്. ഇവന്മാരെങ്ങോട്ട് പോയിട്ടും കാര്യമില്ലെന്നേ. ലോകത്തിൻ്റെ ഏത് മൂലയ്ക്ക് പോയാലും ഈ മണ്ണത്തിലൊക്കെ തലയിലിരിക്കുക. അവർ പകുതി അവിടെ ഏൽപ്പിച്ച് പകുതി ഇവിടെ ഏൽപ്പിച്ച് ബാക്കി എല്ലാവർക്കും കുറ്റം. ഞാനിപ്പോൾ എന്ത് ചെയ്താലും എന്ത് സംഭവിച്ചാലും അതിന് കാരണക്കാരൻ ഞാൻ മാത്രമാണ്. അല്ലാതെ വേറൊരു സാധനത്തിന് എന്നെ വരെ ഞാൻ എവിടെയെങ്കിലും കുറ്റം പറയുന്നത് അങ്ങനെ കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു നിങ്ങൾക്ക് അറിയത്തില്ല, എന്നെ
എനിക്ക് എന്ത് പറ്റിയാലും അത് കറക്റ്റായിട്ട് എനിക്കറിയാം എനിക്ക് എന്തൊക്കെ പറ്റിയിട്ടുണ്ട്. അതിനൊന്നും വേറെ ഒരു സ്ഥാനത്തിന് ഉത്തരവാദിത്തമില്ല ആരും. അത് എൻ്റെ സ്വഭാവത്തിൻ്റെ കുഴപ്പമോ അല്ലെ എൻ്റെ കളിക്കാതിരിക്കുന്ന എന്തോ ഭ്രാന്തിൻ്റെ കുഴപ്പം കൊണ്ട് എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് അങ്ങനെ ഉണ്ടാവും. അതെനിക്കും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ എന്തെങ്കിലും കൺട്രോൾ ഇല്ലാതെ പറ്റില്ല. ചില സമയത്ത് ചില പ്രായത്തിൽ ചില സമയത്ത് അങ്ങ് പറ്റിപ്പോയ കാര്യങ്ങളുണ്ട്. ചില അപകടങ്ങളൊക്കെ പറ്റും. പക്ഷേ അത് പിന്നെ ഇങ്ങനെ തന്നെ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പലതും ചെയ്യാനും പറ്റും. ഇത് പക്ഷേ ആദ്യം ആർക്കും മനസ്സിലാകുന്നില്ല. ഇപ്പം എനിക്ക് മനസ്സിലായാലേ അതെ, എനിക്കത് ചെറുപ്പത്തിലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞ് പഠിച്ച് വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാനും ചില സാഹചര്യങ്ങളിൽ ചെന്ന് പെടത്തില്ലാന്ന്. ഇതിനെപ്പറ്റി അറിയാത്തത് കൊണ്ടും അല്ലേ ഇത് ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ റെസ്ട്രിക്ഷൻ കാരണം. ഇത് റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് എന്ത് കാര്യം? അപ്പോൾ എന്താ വരുന്നത്? മറ്റ് ഭാഗത്തൂടെ എന്തൊക്കെ നമ്മളിവിടെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാം ഏതെങ്കിലും മാഫിയയുടെ കൺട്രോളിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ഇല്ലീഗലായിട്ട് ഈ സാധനങ്ങൾ ഡ്രഗ്സ് ആവട്ടെ സെക്സ് ആവട്ടെ വേറെ എന്തും ആയിക്കോട്ടെ ഇതെല്ലാം വരിക. അപ്പം നമുക്ക് ഇത് കുറവാണ്, ചോയ്സസ് കുറവാണ്. ഇവിടെയുള്ള ഈ ടൈപ്പ് ഉപഭോക്താക്കൾക്ക് ചോയ്സ് ഒന്നും ഇല്ല. റിവ്യൂ പറയാൻ പറ്റത്തില്ല. ആരോട് പോയി പറയാൻ? ഇത് വിഷം മേടിച്ചടിച്ച് ചത്തുപോയാലും ഈ ജാഗം തന്നെ നൽകിയിരിക്കും. അവൻ കഞ്ചാവാണ്, അവൻ കഞ്ചാടിച്ചുകൊണ്ടല്ലേ പറ്റിയെന്ന് ഇരിക്കും. അപ്പോൾ ഇതിനെ ഒന്നും ഒട്ടും റെഗുലേറ്റ് ചെയ്യാതെ എന്നാൽ ഇത് ഏറ്റവും സുലഭമായിട്ട് ഈ നാട്ടിൽ കിട്ടുന്നൊരു സാധനമാണ് ഇതെല്ലാം. അപ്പോൾ അങ്ങനെ ഇല്ലീഗൽ ചാനലിൽ കൂടെ വരുമ്പോൾ ആൾക്കാരെ എടുത്ത് പിടിക്കുമ്പോൾ അതിന് റിസ്ക് എടുത്ത് വേണം ഇത് ചെയ്യാൻ. അപ്പോൾ എന്ത് കിട്ടിയാലും എടുത്തേ പറ്റത്തുള്ളൂ എന്നുള്ള പോലത്തെ ധാരണയൊക്കെയുള്ള ആൾക്കാരാണ് നമ്മൾ. അതിനകത്ത് ക്വാളിറ്റി ഒന്നും ഇവിടെ നോക്കുന്നൊന്നുമില്ല. പിന്നെ ആരോടും ചോദിക്കാനും പറ്റത്തില്ല, പറയാനും പറ്റത്തില്ല. ഇത് ചീത്ത കൊള്ളത്തില്ല, നീ ഇത് ആ ഒരു പ്രശ്നമില്ല. പക്ഷേ ഗവൺമെൻറ് ഇത് ലീഗലൈസ് ചെയ്തിട്ട് വളരെ കൺട്രോൾഡായിട്ട് ഈ പറഞ്ഞ പോലെ മെഡിക്കൽ സ്റ്റോർ വഴിയൊക്കെ കൊടുക്കാൻ പറ്റുന്നതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒതുങ്ങുന്ന കുറേ ആളുകളുണ്ടാവും. അവർക്ക് മറ്റ് പല അസുഖങ്ങളും ഇതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ലെന്നും വരും. കാരണം നല്ലതാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ അത് മോശമാണെങ്കിൽ നമുക്ക് റിവ്യൂ അടിച്ചിടാം. ഇവിടെ കിട്ടുന്ന കഞ്ചാവ് ശരിയല്ല, അതൊക്കെ പുറത്ത് നടക്കുന്നുണ്ട്. ആ സ്ഥലത്തോട്ട് ഇവിടെ നീ ഇതൊന്നും അനുഭവിക്കാത്തൊരുത്തനില്ല, ഇതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ലാത്തൊരുത്തൻ കൂടെ ചെന്ന് കയറുമ്പോൾ അവന് ഫ്രീഡം ആയി കിട്ടി. അവർക്ക് ഫ്രീഡം കിട്ടി, ഇവർക്ക് ഫ്രീഡം കിട്ടി. ഫ്രീഡം ആയി യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത്. വീട്ടിലൊന്നും ഇന്നേ അവർ അനുഭവിച്ചിട്ടില്ലാത്ത. പിന്നെ കാനഡയിലൊക്കെ കൂടുതൽ പേരും പോയിക്കുന്ന പ്രായം പഠിക്കുന്ന പ്രായമൊക്കെയാണ്. ഗൾഫിൽ പോകുന്നവനല്ല. ഗൾഫിൽ പോയിട്ട് ഇവിടെ അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. കാരണം എല്ലാം പഠിപ്പം കഴിഞ്ഞ് എക്സ്പീരിയൻസ് ആയി ജോലി ചെയ്യുന്നൊരു സാഹചര്യത്തിൽ എത്തിപ്പെട്ട സ്ഥലമാണ്. ഇവിടെ അതല്ല. ഗൾഫിലാണെങ്കിലും പഠിക്കാൻ വിടാവോ? അവിടെ ഉണ്ട്, എല്ലാ പരിപാടിയും നടക്കും. ദുബൈയിലോ ഒക്കെ ജനിച്ചു വളർന്ന പിള്ളേരുടെ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവിടെ അങ്ങനെയാ. ഇവിടെ ഇതിനകത്തൊന്നും ഇങ്ങനെ പിടിച്ചു വെച്ച സാധനം പെട്ടെന്നൊരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ഇതൊന്നും അല്ലാത്തൊരു സ്ഥലത്തോട്ട് പോയി എക്സ്പോസ്ഡ് ആവുക. ഉടനെ ഇതിനകത്ത് കുറ്റം പറയാൻ പറ്റത്തില്ല. ആരെ കുറ്റം പറയും? ഈ രാജ്യം ഇങ്ങനെ ആയതുകൊണ്ട് ഇവിടെയുള്ള കുട്ടികൾ ഇങ്ങനെ വഴി തെറ്റി പോകാൻ സാധ്യതയുണ്ട്. എവിടെ പോയാലും ഇവിടെ വന്നിരുന്നെങ്കിൽ എന്താവുമെന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇവിടെ വന്നിരുന്ന അവരങ്ങനെ ആകത്തില്ല. ഇവിടെ വന്നിരുന്ന അങ്ങനെ അല്ല ആവാൻ പോകുന്നത്. അതിലും മോശം ചിലപ്പോൾ ആയനെ. ഇവിടുന്ന് 10 പേര് പോയിട്ട് അവിടെ ചെന്ന് ഡ്രഗ്സിനടിമയായെന്നോ അല്ലെങ്കിൽ ജീവിതം പോയെന്നോ മരിച്ചു പോയവരോ ഉണ്ടെങ്കിൽ 2 or 3 പേരായിരിക്കും. ആ 10 പേര് ഇന്ത്യയിൽ നിന്ന് ഇവിടെ കിടന്ന് കറങ്ങി തന്നെ 10 പോയാൽ അല്ല 2 പേര് രക്ഷപ്പെടും. 2 പേര് കഷ്ടിച്ച് രക്ഷപ്പെടും, എന്തെങ്കിലും കുഞ്ഞു ജോലിയൊക്കെയാണ്. ബാക്കി 8 എണ്ണത്തിനെ നല്ലതെറിച്ച് പോയാൽ. ഇവിടെ ഇതൊക്കെ കിട്ടുന്ന സ്ഥലമാണ്, ഇല്ലീഗലായിട്ട് കിട്ടുന്നതേ ഉള്ളൂ. ചിലപ്പോൾ നാട്ടുകാർ ആരും അറിയാതെ നശിച്ച് നാറാണക്കല്ലായി പോകും. അങ്ങനെ നോക്കിയാലും ഭേദം കാനഡ ആയിരിക്കും. പിന്നെ ഒന്നുമില്ല, സ്വാതന്ത്ര്യം അനുഭവിച്ചു 10 കൊല്ലം ജീവിക്കുന്നതിന് തുല്യമായിരുന്നു ഒരു 3 കൊല്ലത്തെ ജീവിതം അല്ലേ? അങ്ങനെയൊക്കെ നോക്കി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ അടച്ചു കൂട്ടിയിട്ട് ഒരുത്തിനെ രക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. ആപ്പിൾ ഐഫോൺ പോലെ. ഐഫോണിൻ്റെ പ്രത്യേകതയാണ് ഐഫോൺ ഒന്നും എടുക്കത്തില്ല, ഒന്നിനും ചെയ്യാൻ അനുവദിക്കത്തില്ല, എല്ലാത്തിനും റെസ്ട്രിക്ഷൻ. നേരത്തെയൊക്കെ ബ്ലൂടൂത്ത് പറ്റത്തില്ല, വേറൊരു ചാർജർ പറ്റത്തില്ല. ഇതുപോലെ പൊതിഞ്ഞ് കെട്ടിയൊരു സാധനം ഇരുന്നിട്ട് പറയുക അത് ഹാങ് ആകത്തില്ല, അതിന് മറ്റേതടിക്കത്തില്ല. എന്തിനിത് പിന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തില്ല, അത് ചെയ്യാൻ പറ്റത്തില്ല. എവിടെ തൊട്ടാലും പ്രശ്നമായി ഐഫോണിന്. അതായത് മുറി അടച്ചു എത്തിനിരിക്കുക, അവന് പനി പിടിക്കത്തില്ല, അവൻ ചെളിയിലിറങ്ങത്തില്ല, അതുകൊണ്ട് അവന് കാലയിൽ ചൊറി വരത്തില്ല, കുഴിനകം വരത്തില്ല. അത് ഏറ്റവും സേഫായിട്ടുള്ള എൻവയൺമെൻറ്റായിട്ട് ഇരുന്നുകൊണ്ട് എന്നിട്ട് പറയാം അവന് അസുഖമൊന്നും വരാത്ത ഒരാളാണ്. നേരെ മറിച്ച് സാംസങ് ആയിക്കോട്ടെ, ഏത് സെപ്റ്റിക് ടാങ്കിലും ചാടും, ഏത് മഴയത്ത് ഇറങ്ങി നടക്കും, എന്ത് പണിയും ചെയ്യും. അതിനെയും ഈ പറഞ്ഞ പോലെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇത്രയും കൊല്ലം ഈ സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് ആർക്കെങ്കിലും ഇത് മനസ്സിലായോ? എന്തോ എളുപ്പം, ഭയങ്കര പാടാണ് ഐഫോൺ യൂസ് ചെയ്യാൻ. മെനക്കെട്ട് പന്ന ഫോണുമാണ്, വേറെ പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല. അതുകൊണ്ട് ഇവിടെ ഉള്ളവർ ഈ ഉപയോഗിക്കുന്ന ഒറ്റ പൊട്ടൻ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഐഫോണെ ബുള്ളറ്റ് താറ് ഇത് 3 ഉണ്ടെങ്കിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ആൾക്കാർ, നിങ്ങൾ മനസ്സിലാക്കുക അത് ആരാ ഉപയോഗിക്കുക. ഇത് 3 പ്രയോജനമില്ലാത്ത സ്ഥലങ്ങളിലാണ് കൂടുതൽ പേര് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഐഫോൺ ആയിട്ട് സംഭവമാണെന്ന് വിചാരിച്ചിട്ട് അങ്ങ് മേടിച്ചേക്കുക. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഐഫോൺ ഉപയോഗിക്കുന്നത് ഇപ്പോഴാണ്. ഒന്നിനും കൊള്ളത്തില്ല, വേസ്റ്റ്. 12 വർഷമോ 13 വർഷം ഞാൻ ആൻഡ്രോയിഡ് മാത്രം ഉപയോഗിച്ചു, ഒരു കുഴപ്പമില്ല. സാംസങ് പ്രത്യേകിച്ച് എവിടെ വേണേലും എന്ത് കയറി ചെയ്യാം. ക്യാമറയ്ക്കാണ് സൂം ചെയ്ത് അങ്ങെത്തി. ഇതിന് ക്യാമറയ്ക്ക് പോസ് ബട്ടൺ ഇല്ലെന്ന്, അതിനിടയ്ക്ക് ഇത് സ്വിച്ച് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. ഇതൊക്കെ ഭയങ്കര സേഫ്റ്റി ത്രെട്ടുള്ള കാര്യങ്ങളല്ലേ എന്ന് വെച്ചാൽ. പിന്നെ എന്തോ ചെയ്താലും അവൻ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്. ഐഫോൺ ഇല്ലാത്ത പ്രശ്നമില്ല. എന്നിട്ട് പറയുന്നത് ഭയങ്കര സേഫാണ്, ഭയങ്കര എന്താ ഒരിക്കലും ഹാങ് ആകത്തില്ല. അതിന് വേണ്ടി ഒന്ന് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ അവർ സമ്മതിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ ആക്കിയിരിക്കുന്നത്. മറ്റൊരിതെല്ലാം ചെയ്തോളാനാണ് പറഞ്ഞേക്കുന്നത്, എന്ത് വേണേൽ കാണിച്ചു. എന്നിട്ടും ആ ഹാങ് ഒന്നും ആകത്തില്ല. അത് ഇത്രയും വർഷം തന്നെ നല്ല സൂപ്പറായിട്ട് ഉപയോഗിക്കുക. എൻ്റെ ഫോണെല്ലാം അവസാനം ഉപയോഗിച്ച് അതിൻ്റെ പാരിപ്പെടുത്ത് നശിച്ചു പോവുക ചെയ്യുന്നത്.
മനസ്സിലായി. അത് ഏത് ഫോൺ തന്നാലും ഞാൻ നശിപ്പിച്ചിരിക്കും. അത്രയും സമയമായി ഫോൺ എൻ്റെ ഉറങ്ങുമ്പോൾ 4 മണിക്കൂർ 5 മണിക്കൂർ ആകെ ഉറങ്ങുന്നത്. ചിലപ്പോൾ ഒരു ദിവസം ഉറങ്ങിയില്ലെന്നും വരും. അത്രയും നേരം ഇത് ഓണാണ്. ഇത്രയും ഓണായിട്ടിരിക്കുന്ന, ഇത്രയും പണി കാണിക്കുന്ന, അത്രത്തോളം ആപ്പ് ഓടിക്കുന്ന ആള് ഇവിടെ അതൊന്നും ചെയ്യാത്ത ആൾക്കാർ ഐഫോൺ സൂപ്പറാന്ന് പറഞ്ഞുകൊണ്ട് നടപ്പുണ്ട്. ഈ ഉപയോഗിക്കാൻ മൊത്തത്തിൽ ബുദ്ധിമുട്ടുള്ളൊരു തരം ഫോണാണ്. അതിൻ്റെ നെഗറ്റീവ് പറഞ്ഞു തുടങ്ങിയുണ്ടല്ലോ ഒരുപാടുണ്ട്. പക്ഷേ ഇതും പൊക്കി പിടിച്ചോണ്ട് നടക്കാം എൻ്റെ പ്രൗഡി പോലെ. എന്തിനിത് പറഞ്ഞു ഇവിടെ എന്തോ പറഞ്ഞു നമ്മൾ പറഞ്ഞു പോയതാണെങ്കിലും അപ്പോൾ ഇതുപോലെ അത് വിട്ടുപോയി. എന്തു ചെയ്യാനെന്ന് പറയും. ഇങ്ങനെയൊക്കെ പോയി ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഇവിടെ നിൽക്കുന്നവന്മാരെല്ലാം സേഫാണോ? ഇവിടെ ഇപ്പോൾ കാനഡ പോയില്ലെന്ന് കരുതുക, പോകാത്തവരുണ്ട് ഇവിടെ. ഇപ്പോൾ ഇവിടെ ജീവിച്ചിരിക്കുന്നവരൊക്കെ അവന്മാരൊന്നെങ്കിൽ വണ്ടി അടിച്ചാവും, അല്ലെ എവിടെയെങ്കിലും നിന്ന് തല്ലുകൊണ്ടിയാവും. അതും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മാട്ട സാധനം അടിച്ചാവും. ഏത് അവന്മാരൊന്നുമില്ല കൊള്ളാമെന്ന് വലിച്ച് വലിയ അടിച്ചിട്ട് വട്ട് പിടിച്ചെന്ന് ഇവിടെ കച്ചറ വലിച്ച് വട്ടാവുന്നതിന് ഭേദമല്ലേ ഇത്? ഇവിടെ വട്ട് മാത്രമല്ല വരുന്നത്, അല്ല മെൻ്റൽ അഡിക്ഷൻ മാത്രമല്ല, വല്ല ഫിസിക്കൽ പ്രോബ്ലംസ് ഉണ്ടാവും, ലങ്സിന് പ്രശ്നം ഉണ്ടാകും. കാരണം ഇവർ വലിക്കുന്നത് മരിവാന അല്ല, അല്ലെങ്കിൽ ഇവരടിക്കുന്ന MDMA അല്ല, ഇവർ വലിക്കുന്ന കൊക്കൈൻ അല്ല, കള്ളു കുടിക്കുന്നത് എന്ത് തരം കള്ള, എന്ത് മദ്യം ഇവർ കുടിക്കുന്നത്. ഇവിടെ അതിൽ കൂടുതൽ ആൾക്കാർ നശിച്ചു പോയിക്കൊണ്ടേയിരിക്കുന്നു ഡെയിലി. അതിനിടയില്ല കാനഡയിൽ പോയപ്പോൾ ഇന്ത്യൻ സ്റ്റുഡൻസിന് കുറച്ച് ഡ്രഗ്സ് അടിക്കും. സത്യത്തിൽ അവിടെ ചെന്ന പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു രീതിയിലുണ്ട്. അത് ഈ പറഞ്ഞ പോലെ സാധനം വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ അറിയാത്തതുകൊണ്ട് മാത്രമാണ്. മറ്റു രാജ്യക്കാരൊക്കെ പല രാജ്യത്തുനിന്ന് വന്നു പോയി പഠിക്കുകയും ജോലിയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പല രാജ്യങ്ങളിലും. പക്ഷേ ഇന്ത്യക്കാരൻ ചെല്ലുമ്പോഴാണ് ഈ പ്രശ്നം മൊത്തം. ഇന്ത്യക്കാരൻ ചെല്ലുമ്പോൾ അമ്പലം പണിയണം, പള്ളി പണിയെന്ന് പറയും. അതേസമയം മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ പലരും പല രാജ്യങ്ങളിൽ പോയാൽ അവർക്കത് പണിയണ്ട. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ മറ്റ് നാട്ടുകാർ വന്നിട്ട് അവിടെ കിടന്ന് അവരുടെ സാധനം ഉണ്ടാക്കാൻ നോക്കുന്നത്? ചിന്തിച്ച് നോക്കണം, എന്നാലും അറിയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ എങ്ങനെ അറിയാൻ പറ്റും? വരും, ഈ അറബികൾ വരും, അവന്മാർക്ക് ശരിയ നിയമം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ അതപ്പതിച്ച രാജ്യക്കാരാണ് ഇതിന് നിൽക്കുന്നത്. ഇവരില്ലാത്തവന്മാർ അല്ലാത്ത ആരും. അമേരിക്കാരൻ ഇപ്പോൾ ഇന്ത്യയിൽ വന്ന് കുറേ പേര് താമസിച്ചുണ്ടെങ്കിൽ അവർക്ക് അമേരിക്ക ആക്കണം, ഇവിടെ എല്ലാം മാറ്റണമെന്ന് അവരാരും നിർബന്ധിക്കാൻ നിൽക്കുന്നില്ല. അവരാണ് കാണിക്കേണ്ട, അവർ പോകും. അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്യാൻ വന്നവൻ ആരാ ഇത്ര നിർബന്ധം? അല്ലേ വേണ്ട. കൊറിയന് കുറേ പേര് കാനഡ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ പോലെ വേണം, എല്ലാം അങ്ങനെ ആയിരിക്കണം. ഇവിടെ ഫുഡൊക്കെ അവർ ഡിമാൻഡ് ചെയ്യും കേട്ടോ. എന്നാൽ പോലും മിക്സായിട്ട് കഴിച്ചായിരിക്കും അവരൊക്കെ ജീവിക്കുന്നത്. ഇവിടുന്ന് പോകുമ്പോഴാണ് ഈ പ്രശ്നം മതി. ഇവിടുന്ന് പോയവർക്ക് എല്ലാ തരത്തിലും പ്രശ്നം. എവിടെ ചെന്നാലും ഒരു സാധനം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു തലച്ചോറില്ല. അത് ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഈ മണ്ടത്തരങ്ങൾ മാത്രം പഠിച്ച് പൊട്ട സൊസൈറ്റിയിൽ എന്തോ വലിയ മുഴുത്താണ് മലയാളി പൊളിയാണെന്നൊക്കെ വിചാരിച്ച് ജീവിച്ചവന്മാരായിരിക്കും ഈ പോയിട്ട് ഇപ്പം പെടുന്നത്. അവിടെ ചെന്ന് മലയാളി ഒരു പൊളിയല്ല, മലയാളിയൊക്കെ വേസ്റ്റാണ്. ലോകത്തിൻ്റെ എവിടെ ചെന്നാലും വേസ്റ്റാണ്, ഒന്നിനും കൊള്ളത്തില്ല. ഞാൻ അങ്ങനെ അധികം പേര് അടുപ്പിക്കാറൊന്നുമില്ല. വളരെ കുറച്ച് പേരേ ഉള്ളൂ. അവരെ കാണിച്ചുകൊണ്ട് ബാക്കിയുള്ളവന്മാർ ഇങ്ങനെ പൊക്കി പറഞ്ഞ് കണ്ടോ അവൻ അങ്ങനെ കുന്തർപ്പിച്ച കൂള് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഇത്രയും കൂതറകളെ വേറെ എവിടെയും കാണാൻ പറ്റും? മലയാളി പൊളിയല്ലേ, എവിടെ നിന്ന് തട്ടുകട ഇടുന്നു, എവിടെ പോയാലും കാണാൻ പറ്റും. എല്ലായിടത്തും അടിമപ്പണി ചെയ്യാൻ പോയിക്കുന്നതുകൊണ്ട് പിന്നെ എവിടെ ചെന്നാലും കാണാൻ പറ്റും. പിന്നെ വളരെ കുറച്ച് പേര് 100-ൽ ഒരാൾ മാത്രം രക്ഷപ്പെട്ടാൽ അവനെയും പൊക്കി 100-ലല്ല ഒരു 140 കോടി ജനത്തിൽ നിന്ന് ഒരുത്തൻ രക്ഷപ്പെടുമ്പോൾ അവൻ്റെ പേരും പറഞ്ഞ് നടക്കാൻ ഉറപ്പില്ലാത്തവന്മാരും. എന്തൊരു നാണക്കേടാണല്ലേ. ഇവിടെ നിന്ന് പോയാൽ നശിച്ചു പോകും, ഇവിടെ നിന്നാലും നശിച്ചു പോകും, അത്രയേ ഉള്ളൂ. ഇതേപോലത്തെ കാര്യങ്ങളിൽ പോയി പെടും. നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നല്ല, അവരാരും മനഃപൂർവ്വം പെട്ടതൊന്നുമല്ല. ഇതൊന്നും കിട്ടാത്തത് കൊണ്ട്, ഇതൊന്നും അറിഞ്ഞിട്ടേ ഇല്ലാത്തത് കൊണ്ട്, ഇതിന് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു സ്ഥലത്ത് നിന്നാൽ ചിലപ്പോൾ അറിയാതെ അവിടെ ചെന്നാൽ ഞാനും പെട്ടിട്ടുണ്ട്. വേറെ ചില സ്ഥലങ്ങളിലൊക്കെ ഞാനും പോയി കുറച്ച് നാളൊക്കെ പെട്ടിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് ഊരിപ്പോരാൻ എങ്ങനെയോ പറ്റി, ഭാഗ്യം കൊണ്ട് പറ്റിയെന്നേ പറയത്തുള്ളൂ. അല്ലാതെ വലിയ അറിവും ബുദ്ധിയൊന്നും ആയിരിക്കും. പിന്നെ ഞാൻ പറയില്ല, പൊതുവേ ഇങ്ങനത്തെ ഡ്രഗ്സ് പരിപാടിക്കകത്തൊന്നും അഡിക്റ്റ് ആവാനുള്ളൊരു ടെൻഡൻസി ഇല്ല. ഒരുപാട് ഉപയോഗിക്കുന്ന പരിപാടി കള്ളുടിച്ചാലും അങ്ങനെ അടിച്ച് ഓഫ് ആണോന്നില്ല. അടിച്ചാൽ പോലും എന്തടിച്ചാലും എനിക്ക് ബോധം വേണം, ആര് വന്നാലും ഇടപെടണം. അല്ലാതെ മയങ്ങി കിടന്നിട്ട് ഇവിടെ നിന്ന് എടുത്ത് പെറുക്കിയെടുത്ത് വല്ല കടലിൽ കൊണ്ട് കളഞ്ഞാൽ അവിടെ പോയി അവിടെ കിടന്ന് ചാവരുത് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. നമ്മളിപ്പോൾ ബോധം ഇല്ലാതായി കഴിഞ്ഞ് ബോധം തീരെ ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വണ്ടിയുടെ മുന്നിൽ വീണ് മരിച്ചു പോവാം, ഇങ്ങനെ റോഡിൽ കിടന്നിട്ട് വണ്ടി അടിച്ചാവാം എന്നൊക്കെ പറയുന്നൊരു ബോധം ഉണ്ടല്ലോ, അതെനിക്കുണ്ട്. എനിക്ക് എന്തടിച്ചാലും ഞാൻ ഒരു പരിധി കൂടുതൽ എനിക്ക് കിക്കാവുന്ന ഇഷ്ടമല്ല. അതുപോലെ തന്നെ ഒരു സാധനം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് വരത്തില്ല. ഞാൻ നിങ്ങൾക്ക് വേണേൽ കുറച്ച് MDMA മേടിച്ചിങ്ങോട്ട് എനിക്ക് 1 കിലോ വന്നു കഴിഞ്ഞാൽ അവിടെ പകുതിയെടുത്ത് എനിക്ക് വേണമെങ്കിൽ ഒരു വർഷം വല്ല അടിച്ചിട്ട് ബാക്കി മുഴുവൻ കളയേണ്ടി വരും. കാരണം അത് അവിടെ ഇരിക്കുന്നത് കൊണ്ടൊന്നും ഞാൻ അടിക്കത്തൊന്നുമില്ല. ഇത് കണ്ട് കുറേ കിട്ടിയോ തിന്ന് നിറച്ചേക്കാം, ആ സാധനം എനിക്കില്ല. എന്തോ കിട്ടിയാലും എനിക്ക് വേണമെങ്കിൽ അതും അടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ ഒരു ആഴ്ച കഴിയുമ്പോഴായിരിക്കും എനിക്ക് തോന്നുന്നു എന്നാൽ പിന്നെ ഇത് നോക്കിയേക്കാം, അല്ലേ എന്ത് എങ്ങനെയുണ്ടെന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞ രീതിയിൽ ഞാൻ ചെയ്യും. അല്ലെങ്കിൽ ഇതങ്ങോട്ട് കയറ്റിയോ കിട്ടി കുറേ കിട്ടി ഇന്നെല്ലാം അങ്ങ് തിന്ന് നിറച്ച് എനിക്കങ്ങ് തിന്നണം, എനിക്ക് വേണം, ഇത് മുഴുവൻ അടിക്കണം. അങ്ങനെയൊക്കെ ചിന്തിക്കുക എന്ന് പറയുന്നതും ചെയ്യുക എന്ന് പറയുന്നത് മണ്ടത്തരമാണ്. ആ മണ്ടത്തരമാണ് ഈ പറഞ്ഞ അഡിക്ഷനുള്ളത്. അവർക്ക് നേരത്തെ പ്രശ്നമുണ്ട്. ഇവരുടെയൊക്കെ ചൈൽഡ്ഹുഡ് തൊട്ട് ഇങ്ങോട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഡ്രഗ് അടിക്കുന്ന ഒരു പ്രത്യേക സ്ഥലമുണ്ടല്ലോ, ഒരു പോയിന്റ്, അല്ലെങ്കിൽ ഒരു പ്രായത്തിൽ 15-ാം വയസ്സ് അടിച്ച് 20-ാം വയസ്സ് 25-ാമത്തെ വയസ്സ് അടിച്ചവരൊക്കെ കാണും. പക്ഷേ 25 കഴിഞ്ഞടിച്ചിട്ട് പിന്നെ അടിമയാകാൻ പാടാം. അവിടെ വരെയൊക്കെ അടിക്കാത്തവരൊന്നും പിന്നെ വന്ന് കയറുമ്പോൾ നമ്മുടെ ശരീരം റിയാക്ട് ചെയ്യുന്നത് ഇങ്ങനെ അല്ലല്ലോ. അപ്പോൾ അതിൻ്റെ കിക്കും വേറെ രീതി. പിന്നെ അതുമല്ല അവിടെയൊക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഇത് വല്ലപ്പോഴും അടിക്കാനുള്ള ഒരു സ്റ്റെബിലിറ്റി ആൾക്കാർക്കായി കാണും, മെൻ്റൽ സ്റ്റെബിലിറ്റി. അപ്പോൾ അതുകൊണ്ട് സ്ട്രെങ്ത് ഓക്കെ പറഞ്ഞാൽ രണ്ടും ഓക്കെ സെയിമാണ് ഏകദേശം. ആ ഒരു മാനസികമായ ഒരു സ്ട്രെങ്ത് ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അത് അവിടെ എത്തിയാൽ പോലും ജീവിതത്തിൽ ഇങ്ങനെ പല അനുഭവങ്ങളിലൂടെയൊക്കെയാണ് ചിലപ്പോൾ ഒരു പ്രായം കഴിഞ്ഞ് എത്തുന്നത്. ചിലർക്ക് ഇത് കൊച്ചിലേക്ക് തന്നെ മെൻ്റലി സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, പക്ഷേ ഇൻസ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അൺസ്റ്റേബിൾ. എല്ലാം ഇങ്ങനെ വന്നു, ഇന്ന് മൊത്തം പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ള ആളുകൾ ഇത്തേ കൈ വെച്ചാൽ പ്രശ്നമാണ്.
ആ ഡ്രഗിന് ആ ടെൻഡൻസി ഉണ്ട് ഓൾറെഡി. സന്തോഷം കൊടുക്കുന്നു, പിന്നെ അടിക്കാൻ തോന്നുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മറ്റേ ആളുകളുണ്ടല്ലോ, ഞാൻ ഇവരിപ്പോൾ 15ാമത്തെ വയസ്സ് 20ാമത്തെ വയസ്സിലാണെന്ന് കരുതി, 20 വയസ്സിലെത്തുന്നതിന് മുമ്പ് പുറകോട്ട് എടുത്ത് നോക്കിയാലും പല 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 പണിയാണ് കാണിച്ച് പ്രശ്നക്കാരാ. ഇങ്ങനെയൊക്കെ വന്നവർ തന്നെ 20ാമത്തെ വയസ്സിൽ വേറൊരു പ്രശ്നത്തേക്ക് അടിച്ച് ചാടുന്നു. പക്ഷേ ആ ചാടുന്ന പ്രശ്നത്തിൽ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതുവരെ കാണിച്ച പോലത്തെ പ്രശ്നങ്ങളല്ല. ഇത് കയറി പിടിച്ച് ഇവനും കൂടി അങ്ങ് പ്രശ്നമാകും. അത് കൂട്ടിക്കൊടുക്കും. ഇതിനെ ബൂസ്റ്റ് ചെയ്യുന്ന സാധനം അടിക്കുന്നത്. അതായത് തനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, മാനസികമായിട്ട് എന്ത് സാധനം ഉണ്ടെങ്കിലും, ഡിപ്രഷൻ ആവട്ടെ, ആൻസൈറ്റി ആവട്ടെ, മൂഡ് ഡിസോർഡറോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇനി സ്കീസോഫ്രീനിയോ എന്ത് സാധനം ഉള്ളവനാണെങ്കിലും അവൻ ചിലപ്പോൾ ഒരു 30ാമത്തെ വയസ്സിലെ ഇതിൻ്റെ മുഴുവൻ ഒരവസ്ഥയിലോട്ട് വളർന്ന് എത്തത്തുള്ളെങ്കിൽ ഈ 20ാമത്തെ വയസ്സിൽ അവൻ കഞ്ചാവ് അടിച്ചാൽ 23 24 വയസ്സ് പ്രാന്തനാവും. അല്ലെങ്കിൽ അവൻ ചിലപ്പോൾ 30-35 ഇടയ്ക്കേ ആകത്തുള്ളൂ. അത്രയും സമയം നേരത്തെ കാണിച്ചു തരും. ഇയാൾ അടിക്കുന്ന കണ്ടാലും അറിയാൻ പറ്റും, എന്തോ കുഴപ്പം പിടിച്ചടിയാണല്ലോ, ഇയാൾ എന്തിനാണ് ഇങ്ങനെ ഇത്രയും കുടിക്കുന്നത്, നമ്മളാരും അത്രയും മദ്യപിക്കുന്നില്ല, അലമ്പുണ്ടാകുന്നില്ല, ബാക്കിയുള്ളവരൊന്നും ഇയാൾ കാണുന്നില്ല, അയാൾ ആരെയും ശ്രദ്ധിക്കുന്നില്ല. ചുറ്റുപാട് കിടന്ന അവൻ അലമ്പായി പോയത് വേറെ ആൾക്കാർ പറഞ്ഞിട്ടും പിന്നെ അതേ സ്ഥലത്ത് നിന്ന് വീണ്ടും ഇത് തന്നെ കാണിക്കാൻ എങ്ങനെ തോന്നുന്നു, പറ്റുന്നു. നമുക്കൊക്കെയാണെങ്കിൽ ഒരാൾ പറയണം, നീ ഇതിനെക്കുറിച്ച് ഓറാന്ന്, എന്തോ അലമ്പാണ്, ഇങ്ങനെ അടിക്കരുത്, എന്ത് കാണിക്കുന്നത്, കുറച്ചാൾ നിന്നെ അടിപ്പിക്കാൻ ഇവിടെ ആൾക്കാർ ഒഴിവാക്കും. ഇതൊക്കെ കണ്ടിട്ട് പോലും പിന്നെയും അതേ സാധനം തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഒരു കല്ലെടുത്ത് ഒരു ദിവസം ജില്ലെറിഞ്ഞ് പൊട്ടിക്കുന്നു ഒരു വീടിൻ്റെ, എന്നിട്ട് അവർ വന്ന് ചീത്ത വിളിക്കുന്നു, കച്ചറ ഉണ്ടാക്കുന്നതാ, ഇങ്ങനെ ചെയ്യരുതെന്നൊക്കെ പല രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ എല്ലാ ദിവസവും എല്ലെറിഞ്ഞ് പൊട്ടിക്കുന്നതിനെ പോലെ നിങ്ങൾ വിചാരിക്കുക. അതാണ് അഡിക്റ്റ് ആവുന്ന ആളുടെ പ്രശ്നം. അയാൾക്ക് സ്വയം അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അത് പക്ഷേ അവർക്ക്, എനിക്കറിയത്തില്ല ഇവർക്ക് രക്ഷപ്പെടാൻ പറ്റില്ലെന്നൊന്നും, പക്ഷേ എനിക്ക് കണ്ട് മനസ്സിലായ കാര്യം ഇത്, അവർക്ക് സ്വയം രക്ഷപ്പെടാൻ പറ്റത്തേ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർക്ക് എന്ത് ചെയ്തിട്ട് ഇത് പിടികിട്ടുന്നില്ല. ഇവൻ ഈ എറിഞ്ഞ് പൊട്ടിക്കുന്ന സാധനം എന്തുവാണ് മനസ്സിലായി, അയാൾ എന്തിനാ തിരിച്ചു ഇവിടെ ഒന്ന് പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. പലയിടത്തൊന്നും ഇവർ ഒറ്റപ്പെടും, എല്ലാവരും അകന്നു പോവും, അതിന് സ്പീഡ് കൂട്ടും. പക്ഷെ ഞാൻ പറയാം, ഇയാൾ അടിച്ചില്ലെങ്കിൽ പോലും ചിലപ്പോൾ ഒരു 30-35 വയസ്സിനിടയിൽ ഇയാൾക്ക് ഈ അസുഖം വീണ്ടും വരാം. ഈ ടൈപ്പ് വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞായിരിക്കും വരുന്നത്. കല്യാണം കഴിച്ച് കഴിയുമ്പോൾ ഭാര്യയായിട്ടുള്ള പ്രശ്നം കൊണ്ടായിരുന്നു പറയും, എല്ലാം ചിലപ്പോൾ വേറെ എവിടെ ഒരു സ്ഥലത്ത് ചെന്നിട്ട് കാനഡയിൽ പോകണമെന്ന് പറയും. എന്നാൽ അവിടെയൊക്കെ എല്ലാവരും പോകുന്നുണ്ട്, എല്ലാവരും കല്യാണം കഴിക്കുന്നുണ്ട്, എല്ലാവരും ഭാര്യ തല്ലുന്നില്ല, എല്ലാവരും വെള്ളം അടിക്കുന്നുണ്ട്, വെള്ളം അടിച്ചവരെല്ലാം ഭാര്യ തല്ലുന്നില്ല, വെള്ളം അടിച്ചവരെല്ലാം ഓടി കിടക്കത്തില്ല, കഞ്ചാവ് അടിച്ചവരെല്ലാം മുടി വളർത്തത്തില്ല, കഞ്ചാവ് അടിക്കാത്തവരും മുടി വളർത്തി കഞ്ചാവ് അടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എങ്ങനെയുണ്ട് ഇത്രയൊക്കെ ഇവിടെയൊക്കെ പ്രശ്നങ്ങൾ ഇതൊക്കെ കണ്ടു, മുടി വളർത്തി കഞ്ചാവ് അടിച്ച പിന്നെ ഇനി കഞ്ചാവ് അടിച്ച് മുടി വളരുമോ താടി വളരുമോ എന്നുള്ള അല്ല ഇവിടുത്തെ പ്രശ്നം. ഈ കഞ്ചാവ് ഇവൻ അടിക്കാൻ അറിയാമോ, ഇവൻ കഞ്ചാവ് അടിച്ചിട്ട് വേറെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഇവൻ ജോലിക്ക് പോകാതിരിക്കുന്നുണ്ടോ, അത് അടിച്ചിട്ട് പോകാതിരുന്നാലും അടിക്കാതെ പോകാതിരുന്നാലും അസുഖം ഒന്നാണ്. ഇതിനെപ്പറ്റി ആരും അങ്ങനെ സംസാരിക്കാത്തതിൻ്റെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. ഞാനല്ലേ ഡ്യൂക്ക് ഓടിക്കുന്നവരെല്ലാം പിടിച്ച് മരിക്കുന്നതല്ല, ഡ്യൂക്കിന് ആ പ്രശ്നം ഇല്ല. ഒരു സാധനത്തിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കി കൊടുക്കരുത്. അതിന് അങ്ങനത്തെ ഒരു പട്ടം കൊടുത്തു കഴിഞ്ഞാൽ ആ സാധനത്തെ കയറി ഇരുന്നാൽ, പക്ഷേ ഒരു കാര്യം, ആനയിടാൻ ചാൻസ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അത് ജീവിയാണ്, അതുകൊണ്ട് മറ്റേതൊന്നും ജീവനില്ല. നമ്മളിൽ എടുത്ത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന സാധനം എന്ന് പറഞ്ഞുകൊണ്ട് പാമ്പിനെ കയറി ചവിട്ടിയാൽ കടിക്കും, എപ്പോഴും കടിച്ചു തരത്തില്ല. പാമ്പാട്ടികളൊക്കെ ചിലപ്പോൾ ചെറിയ പാമ്പ് കൊതിച്ചാവുന്ന കണ്ടിട്ടില്ലേ, അതുപോലല്ല ഇത്. ഇതൊക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്, അത് മനസ്സിലാക്കണം. മൃഗമേത്, പാമ്പേത്, പുല്ലേത്, തടിയേത് എന്നൊക്കെ മനസ്സിലാക്കി വേണം ഓരോന്നിനോടും ഓരോ രീതിയിലാണ് ഇടപെടുന്നത്. അല്ലാതെ എന്തി പറയുന്നല്ലേ. എന്നിട്ട് ഇവിടെ കിടന്ന് കുറേ പേര് ഭയങ്കരമായ സ്റ്റഡി, റിസർച്ച്. വേറൊരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ, ഈ നാട്ടിലുള്ള സകല ബിസിനസ്സും ഫെയിലിയറാണ്, അല്ലെങ്കിൽ ഇവിടെ ഒന്നും ലാഭം ഉണ്ടാകുന്നില്ല, എല്ലാവരും നഷ്ടത്തിൽ, കടം, പ്രശ്നങ്ങൾ, കേരളം തന്നെ കടത്തിൽ, ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഇവിടെയൊക്കെയുള്ള എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എല്ലാവരും MBA, എല്ലാവരും അഡ്വക്കേറ്റ്, എല്ലാവരും നേഴ്സ്, എല്ലാവരും ഡോക്ടറാണ്. കേരളത്തിൻ്റെ രീതി നോക്ക്. ഇത്രയും വിദ്യാസമ്പന്നനായ മനുഷ്യർ ജീവിക്കുന്ന നാട്ടിലാണ് ബിസിനസ് ചെയ്യുന്നവൻ ചെയ്തു വരുമ്പോൾ കൂടുതലും പൊട്ടിപ്പോവും. ജോലി എടുത്തവനും MBA പഠിച്ചവനാണ് MCAക്കാരൊക്കെ ജോലി എടുക്കുന്നത്, അവൻ്റെ മാനേജർ MBA, അവൻ്റെ മുതലാളി MBA എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ജോലി എടുത്തവനും കിട്ടുന്നില്ല, ജോലി ഉണ്ടാക്കിയതിനും പൈസ കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ട് കുത്തോളം എടുക്കുന്നു. പല കമ്പനികളും വെറുതെ പൂട്ടിപ്പോകുന്നു. ഇവരെല്ലാം പഠിച്ചാന്ന് പറയുന്നത്. ആശുപത്രികളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഡോക്ടർമാരെല്ലാം പഠിച്ചു, നഴ്സുമാരെല്ലാം പഠിച്ചാണ്, പക്ഷേ ചികിത്സ വരുമ്പോൾ എന്തോ പോലെ ആകുന്നു. ഒന്നിനും ഒരു ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ കൂടുതലാണ്. ഇപ്പം അറബികളുടെ ഇടയിൽ നോക്കും, ഒരുത്തരും പഠിക്കുന്നില്ല, ഒരുത്തരും ഒന്നും ചെയ്യുന്നില്ല. അവർക്ക് ശരി അവരുടെ നാച്ചുറൽ റിസോഴ്സ് വെച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ കിട്ടുന്നുണ്ട്, കാശുള്ളതുകൊണ്ട് സുഖമായിട്ട് ജീവിക്കുന്നു. പക്ഷേ ഇവിടെ ശരിക്കും നമുക്ക് അതിൽ കൂടുതൽ ഈ പറഞ്ഞ മാൻ പവർ ഇത്രയും സപ്ലൈ ചെയ്തിട്ട് പോലും ഡിമാൻഡ് ചെയ്യാൻ കഴിവില്ലാത്ത രാജ്യമായി പോയതുകൊണ്ട് ഇവിടെ ഉള്ളവർ ഇപ്പോഴും കിടന്ന്, ഇവിടുത്തെ രാഷ്ട്രീയം അങ്ങനെ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇവിടെ ഉള്ള തലയിൽ ഇപ്പോഴും മതവും ഇങ്ങനത്തെ ചിന്താഗതിയും, ഇവിടുത്തെ രാഷ്ട്രീയവും റിലീജനും ഇത് രണ്ടും മോശമായതുകൊണ്ടാണ് ഇവിടുത്തെ ആളുകൾക്ക് ബിസിനസ്സും ശരിയാവാത്തത്, അല്ലെങ്കിൽ ഇവർക്ക് സന്തോഷം കിട്ടാത്തത്, ഹാപ്പിനെസ് ഇൻഡെക്സിലൊക്കെ ഏറ്റവും താഴെ പോകുന്ന രാജ്യങ്ങളാകുന്നത്. ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം ശരിയല്ലാത്തത് കൊണ്ട് ഇവനൊക്കെ എന്തൊക്കെ പഠിച്ച് എന്തൊക്കെ സർട്ടിഫിക്കറ്റ് കിട്ടിയാലും ജോലി ചെയ്യാൻ അറിയാതായി പോകുന്നത്. ഇതിനെല്ലാം കാരണം ഈ ബേസിലുള്ള ഈ ഫാമിലിയും അതുപോലെ തന്നെ ഇവിടുത്തെ റിലീജനും ഇവിടുത്തെ പൊളിറ്റിക്സും മാത്രമാണ്. അതിനകത്തൊന്നും മാറ്റാനോ മാറാനോ ഉള്ള ഒരു കേപ്പബിലിറ്റി പലരുടെ തലയ്ക്കകത്തില്ല. ഈ സിസ്റ്റത്തെ മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ ഈ സിസ്റ്റത്തിൽ നിന്ന് മാറാൻ പോലും പറ്റാത്ത ആൾക്കാരാണ് അവർ. ചിലപ്പോൾ പലതിനും ഡിപ്പെൻഡൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൊച്ചിലെ തന്നെ ഡിപ്പെൻഡൻ്റ് ആവാനാണ് ട്രെയിൻ ചെയ്യുന്നത്.
പേരൻസ് ആണെങ്കിലും ഈ റിലീജിയൻ ആണെങ്കിലും ഒരു സാധനത്തിനെ ഡിപ്പെൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ രീതിയിൽ ഒരു സാധനം പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ മുന്നിലോട്ട് ചിലപ്പോൾ ദൈവം വന്നാൽ അതിന് ഡിപ്പെൻഡൻ്റ് ആവും, മുതലാളി വന്നാൽ അവനെ ഡിപ്പെൻഡൻ്റ് ആവും, സിനിമാടൻ മോഹൻലാൽ മമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഫാൻസ് ആയി പോകും, എന്നിട്ട് അവരെ ഡിപ്പെൻഡ് ചെയ്യും. ആരുടെയും പോയി ചാരി നിൽക്കാതെ പറ്റാത്ത ആൾക്കാരായിട്ടാണ് ഇവിടെ കൂടുതൽ പേരും പഠിക്കുന്നതും വളരുന്നതും. ജനിക്കുമ്പോൾ തന്നെ എവിടെയും താങ്ങാനാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ളവർ എവിടെയെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ എല്ലാം തലയിലിരിക്കുന്നവൻ പോയി എന്തെങ്കിലും ആയി തീർന്നാൽ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? എന്നാൽ നേരെ മറിച്ച് ഇതൊക്കെ കൊച്ചിലോട്ട് ഇല്ലെന്നങ്ങ് വിചാരിക്കുക. ചിലപ്പോൾ അതിനകത്ത് നിന്നൊക്കെ നമ്മൾ കുറേ പേരൊക്കെ രക്ഷപ്പെട്ടേനെ അല്ലേ? ഇതിനകത്തൊന്നും പെടാതെ ഇതിനകത്തൊക്കെ ചെന്നാൽ പോലും വലിയ അപകടമില്ലാതെ വലിയ പേരുദോഷമില്ലാതെ ഇതിനെ എല്ലാ മര്യാദയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാക്കി മാറ്റണം. അതിപ്പോഴും പറ്റുന്നില്ല. അതുകൊണ്ട് ഇനിയും ഒരു 2 തലമുറ കൂടെ കഴിയും. ഇപ്പോൾ കുറേയൊക്കെ പേരൻസ് വ്യത്യാസമായിട്ടുണ്ട്. പേരൻറ്റിങ്ങിലുള്ള പ്രശ്നങ്ങളാണ് മെയിൻ പ്രശ്നം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ എന്ത്. ഞാൻ പറഞ്ഞില്ല, പേരൻറ്റിങ് പ്രശ്നമാണ്, പിള്ളേരുടെ പ്രശ്നമാണ്. അല്ലെ പേരൻസിന് പിള്ളേരുടെ മാനസിക നില മനസ്സിലാക്കാൻ പറ്റില്ല, അതും പ്രശ്നമാണ്. ശാരീരികാവസ്ഥകൾ മനസ്സിലാക്കാൻ പറ്റില്ല, അത് അതിലും വലിയ പ്രശ്നമാണ്. ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ തിരിച്ചറിയാതെ എല്ലാത്തിനെയും ഒരേ മത്സരത്തിലാണ് പങ്കെടുപ്പിക്കുന്നത്. ഇവിടെ എപ്പോഴാണ് മാറിയത്? ഇവിടെ കാലിന് ആവതില്ലെങ്കിൽ പോലും ഓട്ട മത്സരത്തിൽ പങ്കെടുത്ത 1 കോടി രൂപ കിട്ടുമെന്ന് പറഞ്ഞാൽ അതിനെ ഓടിക്കും പേരൻസ്. അതിന് മടിയില്ലാത്ത മനുഷ്യരാണ് ഇവിടെ ഉള്ളവർ. കുഞ്ഞാണെന്നൊന്നും നോക്കത്തൊന്നുമില്ല, മത്സരിപ്പിക്കുക ഇറക്കി. എല്ലാവർക്കും എഞ്ചിനീയറും ഡോക്ടറും ആയാൽ പറ്റത്തുള്ളൂ. കാരണം പിന്നെ ബഹളം, പ്രശ്നങ്ങൾ, റിജക്ഷൻ, ടോർച്ചർ, ഹ്യൂമിലിയേഷൻ വേറെ, എല്ലാ ഹറാസ്മെൻറ്റും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ മൈരന്മാർ എവിടെയെങ്കിലും ചെന്ന് കയറി ഒരിച്ചിരി ഫ്രീഡം കിട്ടിയാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിന് എന്ത് ചെയ്യാൻ പറ്റും? എനിക്കേലും പിള്ളേരൊന്നും വേണമെന്നില്ല, ഞാൻ ഉണ്ടാക്കുന്നില്ല. ഈ നശിച്ച രാജ്യത്തൊരു മനുഷ്യൻ ജനിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. മനസ്സിലാകുന്നുണ്ട്? ഈ രാജ്യത്ത് നിന്നുകൊണ്ട് കൊച്ചുങ്ങൾ ഉണ്ടാക്കുന്നതിലും വലിയൊരു കുറ്റകൃത്യം ആരും ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കണ്ട. അതിലും വലിയൊരു കുറ്റകൃത്യം ഇല്ല. ഒരുത്തിനെ കൊന്നാൽ പോലും കുഴപ്പമില്ല ഇവിടെ ഈ രാജ്യത്ത്, അത്രയും ജനസംഖ്യയുണ്ട്. പക്ഷെ ഒരു കൊച്ചിനെ ജനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ക്രൂരതയാണ്. അയാളോട് ചെയ്യാവുന്ന, മനുഷ്യനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് ഒരാളെ ജനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ. ഒരാളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അത്ര ക്രൂരതയല്ല, കാരണം അയാൾ അവിടെ തീരും. ഈ രാജ്യത്ത്, ഇന്ത്യ, മനസ്സിലായോ? നിങ്ങളിതൊന്നും കണ്ടിട്ട് മനസ്സിലാകാത്ത പോലെ ഇരുന്ന് 3, 4 ഒക്കെ പിള്ളേരെ ഉണ്ടാക്കി 4 ജീവിതങ്ങൾ ഈ നശിച്ച സെറ്റപ്പിൽ ജീവിച്ച് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ആകാൻ ആ ചാൻസസ് കൂടുതൽ. രക്ഷപ്പെട്ടത് ആകെ സുന്ദർപ്പിച്ച മാത്രമായിരിക്കും ഒരുത്തൻ. ബാക്കിയെല്ലാം നശിച്ച് കിടക്കുന്നു. ഇവിടെ കിടന്നുകൊണ്ട് പ്രസവിച്ച് കൂട്ടാൻ മടിയില്ലാത്ത ആൾക്കാരും ഉണ്ട്. അവർക്ക് മതിയായിട്ടില്ല. ഇതിൻ്റെ പകുതി ജനസംഖ്യ ആക്കിയാൽ തന്നെ ചിലപ്പോൾ ബാക്കിയുള്ള രക്ഷപ്പെടുന്നെങ്കിലും ചിന്തിക്കണമാണ്. ഒറ്റ കൊച്ചിനുണ്ടാക്കിയ ഈ രാജ്യം ഒരു